വിശുദ്ധ മർക്കോസ് സുവിശേഷം 6-ാം അധ്യായം 13-ാമത്തെ വാക്യം. വളരെ ഭൂതങ്ങളെ പുറത്താക്കുകയും അനേക രോഗികൾക്ക് എണ്ണ തേച്ച് സൗഖ്യം വരുത്തുകയും ചെയ്തു. ഇങ്ങനെ അവൻ്റെ പേർ പ്രസിദ്ധമായി വരികയാൽ ഹെരോദാവ് കേട്ടിട്ട്, യോഹന്നാൻ സ്നാപകൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു, അതുകൊണ്ട് ഈ ശക്തികൾ അവനിൽ വ്യാപരിക്കുന്നു എന്ന് പറഞ്ഞു. യേശു കർത്താവ് താൻ തൻ്റെ ശിഷ്യന്മാരെ വിളിച്ച് ദൈവിക ശുശ്രൂഷയ്ക്കായിട്ട് പറഞ്ഞയക്കുന്ന സമയത്തിൽ അവരെ 3 കാര്യങ്ങൾ ഏൽപ്പിച്ചു. 1, ദൈവരാജ്യം പ്രസംഗിക്കണം. 2, ഭൂതങ്ങളെ പുറത്താക്കണം. 3, എണ്ണ തേച്ച് രോഗികളെ സൗഖ്യമാക്കണം എന്നുള്ളത്. ഈ 3 കാര്യാദികളും അവർ ചെയ്ത് വരികയായിരുന്നു. ഈ നാളുകളിലും കർത്താവിൻ്റെ വചനത്തിലൂടെ അനേകർ മാനസാന്തരപ്പെട്ടുകൊണ്ടിരിക്കുന്നു. അനേകർ ദൈവസ്നേഹത്തിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കപ്പെടുന്നു. തൻ്റെ ശിഷ്യന്മാരെ ആ കാലഘട്ടത്തിൽ കർത്താവ് അയച്ചുവെങ്കിൽ തുടർന്ന് അപ്പോസ്തലന്മാരിലേക്ക് ആ ശുശ്രൂഷ കൈമാറ്റം ചെയ്തു. അതിനോടനുബന്ധിച്ച് ഇന്നും അപ്പോസ്തലന്മാരിലൂടെ കർത്താവ് അനേക അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. പിന്നീട് ഒരേ ഒരു ഉദ്ദേശം: നിങ്ങൾ മാനസാന്തരപ്പെടണം, നിങ്ങൾ പാപത്തെ വിട്ടൊഴിയണം, നിങ്ങൾ കർത്താവിൻ്റെ രാജ്യത്തിന് ഓഹരിക്കാരായിട്ട് തീരപ്പെടണം. ആകയാൽ ഇന്നും ദൈവത്തിൻ്റെ വചനം അനേക വ്യക്തികൾ ഘോഷിക്കപ്പെടുമ്പോൾ അതിൻ്റെ പിന്നിൽ പരിശുദ്ധാത്മാവാണ് രൂപാന്തരം കൊടുക്കുന്നത്, പരിശുദ്ധാത്മാവാണ് മാനസാന്തരം കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഒപ്പം ഇന്ന് ദൈവത്തിൻ്റെ ഭക്തന്മാർ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസികൾ പ്രാർത്ഥിക്കുമ്പോൾ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ അനേക ഭൂതങ്ങൾ പുറത്തു പോയിക്കൊണ്ടിരിക്കപ്പെടുന്നു. മനുഷ്യനെ പാപത്തിലേക്ക് കൊണ്ടുപോകുന്ന, രോഗത്തിലേക്ക് കൊണ്ടുപോകുന്ന, വഴിതെറ്റിപ്പിക്കുന്ന പൈശാചിക ദുർശക്തികൾ ഈ കാലഘട്ടത്തിലും അനേകരിലേക്ക് അദൃശ്യമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കപ്പെടുമ്പോൾ പ്രാർത്ഥനയാലും ഉപവാസത്താലും അല്ലാതെ ഈ വ്യാധി പുറത്തു പോകത്തില്ല എന്ന് കർത്താവിൻ്റെ വചനം പഠിപ്പിക്കുന്ന പ്രകാരം തന്നെ ഇന്നും യേശു കർത്താവ് ഭക്തന്മാരുടെ പ്രാർത്ഥനയിലൂടെ അനേക ഭൂതങ്ങളെ പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. 3, എണ്ണ തേച്ച് സൗഖ്യമാക്കുവാൻ പഠിപ്പിച്ചു. യാക്കോബ് ലേഖനത്തിനകത്ത്, നിങ്ങൾ രോഗിയായിരിക്കുന്നവൻ സഭയിലെ മൂപ്പനെ വരുത്തട്ടെ, അവൻ കർത്താവിൻ്റെ നാമത്തിൽ അവൻ എണ്ണ പൂശി പ്രാർത്ഥിക്കട്ടെ എന്നുള്ളത്. വിശ്വാസത്തോടുകൂടി പ്രാർത്ഥന വളരെ ഫലിക്കും. ആകയാൽ രോഗശാന്തി നടക്കും എന്നുള്ളതിനെ കുറിച്ച് ഇന്ന് മെഡിക്കൽ സയൻസിന് ചെയ്യുവാൻ കഴിയാത്ത പലതും, ഇന്ന് ഈ ലോകത്തിലേതായിട്ടുള്ള ശാസ്ത്രീയ വശങ്ങൾക്ക് ചെയ്യുവാൻ കഴിയാത്ത പലതും യേശു കർത്താവ് ചെയ്തുകൊണ്ടിരിക്കപ്പെടുമ്പോൾ മാനസാന്തരാനുഭവം, ഭൂതത്തിൽ നിന്നുള്ളൊരു മോചനം, എണ്ണ തേക്കുമ്പോൾ ലഭിക്കുന്ന രോഗശാന്തി ഈ ദിവസങ്ങളിൽ നമ്മുടെ അവകാശമാണ്. കർത്താവ് നമുക്ക് തന്നിട്ടുള്ളതാണ്. തൻ്റെ ഭക്തന്മാരിലൂടെ, തൻ്റെ അപ്പോസ്തലന്മാരിലൂടെ, തൻ്റെ ശിഷ്യഗണങ്ങളിലൂടെ താൻ വിളിച്ച് വേർതിരിച്ച് തൻ്റെ രാജ്യത്തിൻ്റെ വിശാലതയ്ക്ക് വേണ്ടി അധ്വാനിക്കാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നവരിലൂടെ കർത്താവ് ഇന്നും അത് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ അവകാശമാക്കണം. ഇന്നൊരു മാനസാന്തര അനുഭവത്തിലേക്ക് നമുക്ക് പോകുവാൻ കഴിയണം. പാപത്തെ ഉപേക്ഷിച്ച് ലോകപ്രകാരമുള്ള സകല ജീവിത ശൈലികളെ പൂർണ്ണമായി മാറ്റി ഒരു പുതിയ വ്യക്തിയായിട്ട് നിങ്ങൾക്ക് തീരുവാൻ കഴിയപ്പെടണം. ഒപ്പം പിശാച് നിങ്ങൾ ഈ ദിവസങ്ങൾ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നുവെങ്കിൽ ലോകത്തിലേക്ക്, പാപത്തിലേക്ക്, ശാപത്തിലേക്ക്, മരണചിന്തകളിലേക്ക്, ദേശീയ സ്വഭാവങ്ങളിലേക്ക്, അതേ കൊള്ളരുതായ്മ പ്രവർത്തികളിലേക്ക്, ആവശ്യമില്ലാത്ത ചിന്താ മണ്ഡലത്തിലേക്കൊക്കെ പിശാച് നിങ്ങളെ നടത്തുന്നുവെങ്കിൽ അതിൽ നിന്നൊരു മോചനം നിങ്ങൾ പ്രാപിക്കണം. 3, നിങ്ങൾ രോഗിയായിരിക്കുന്നുവെങ്കിൽ എണ്ണ പൂശി പ്രാർത്ഥിക്കണം. എണ്ണ തേച്ച് സൗഖ്യം വരുത്തുവാൻ കർത്താവ് പഠിപ്പിച്ചുവെങ്കിൽ ആ എണ്ണയിലൂടെയുള്ള അത്ഭുത രോഗശാന്തി നിങ്ങൾക്ക് ദൈവം നൽകും. നമ്മുടെ കർത്താവ് സൗഖ്യദായകനാണ്. നമ്മുടെ ദൈവം നമ്മുടെ സകല പ്രശ്നത്തിലും മാറ്റം വരുത്തും. നിങ്ങൾ നിരാശപ്പെട്ടിരിക്കുകയാണോ? വേദനയുടെ മധ്യത്തിലാണോ? കണ്ണുനീരോടുകൂടി ഇനി ഞാൻ എവിടെ പോകട്ടെ? ആരുടെ അടുക്കൽ പോകട്ടെ? ആരെന്നെ സഹായിക്കും? ആരെൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തും എന്ന് ചിന്തിച്ചുകൊണ്ട് വേദനയോടെ, ദുഃഖത്തോടെ, ഭാരത്തോടെ നിന്നെ കേൾക്കുന്നുവെങ്കിൽ നിങ്ങൾക്കൊരു രക്ഷിതാവുണ്ട്, നിങ്ങൾക്കൊരു ദൈവമുണ്ട്. കർത്താവ് നിങ്ങളെ വിടുവിക്കും. ഇന്ന് നിങ്ങൾ വന്നതുപോലെയല്ല, തിരിച്ചു പോകുന്നതിന് പുതിയ വ്യക്തിയായി പോകും. ഇന്നു മുതൽ കർത്താവ് ഒരു അത്ഭുതത്തെ നിങ്ങൾക്കായി ചെയ്യും. നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവത്തിൻ്റെ രോഗശാന്തി സ്വീകരിക്കണം. നിങ്ങൾ ഹൃദയം തുറന്ന് ദൈവം തരുന്ന മാനസാന്തര അനുഭവത്തിലേക്ക് കടന്നു വന്നൊരു പുതിയ തീരുമാനം നിങ്ങൾക്ക് എടുക്കണം. പിശാചിൽ നിന്ന് നിങ്ങൾ മോചനം പ്രാപിക്കാൻ ആഗ്രഹിച്ചു അവനോട് നിങ്ങൾ എതിർത്ത് നിൽക്കണം. അവന് നിങ്ങൾ അടിമപ്പെടരുത്. നമുക്കൊരു പുതിയ തീരുമാനത്തോടുകൂടി സ്വാതന്ത്ര്യത്തിലേക്ക് പോകാം. ഇന്നലെ വരെ ശത്രു വേട്ടയാടിയെങ്കിൽ, ഇന്നലെ വരെ മാനസിക സംഘർഷവും പിരിമുറുക്കവും നിങ്ങളെ വെല്ലുവിളിച്ചുവെങ്കിൽ ഇന്നു മുതൽ ഒരു പുതിയ വ്യക്തിയായിട്ട് തീരുവാൻ കർത്താവ് തരുന്ന സൗജന്യ രോഗശാന്തി, കർത്താവ് തരുന്ന സൗജന്യ മാനസാന്തരം, കർത്താവ് തരുന്ന സ്വാതന്ത്ര്യം എല്ലാം നമുക്ക് അവകാശമാക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുപക്ഷെ നിങ്ങൾ രോഗിയായിരിക്കാം, നിരാശയുടെ മധ്യത്തിലായിരിക്കാം, ദുഃഖത്തിൻ്റെ മധ്യത്തിലായിരിക്കാം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളെ സൗഖ്യമാക്കും, നിങ്ങളെ വിടുവിക്കും, നിങ്ങളുടെ സകല സ്ഥിതിഗതികൾക്കും മാറ്റം വരുത്തും. പ്രാർത്ഥിക്കാം. ഞങ്ങളധികമായി സ്നേഹിക്കുന്ന നല്ല ദൈവമേ, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ തന്നെ മനസ്സു തകർന്നവരായി,
നിരാശയുടെ മധ്യത്തിൽ, വേദനയുടെ മധ്യത്തിൽ, ദുഃഖത്തിന്റെ മധ്യത്തിലായിരിക്കുന്ന ഇവരെല്ലാവരെ കർത്താവേ തൊട്ടനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒരു പുതിയ ബലത്തോടെ, ശക്തിയോടെ ഇവർ കാണപ്പെടുവാൻ ദൈവം സഹായിക്കുന്നു. ഇന്നു മുതൽ അങ്ങയുടെ തേജസ്സും സ്നേഹവും അവരെ അനുഭവിക്കട്ടെ. അങ്ങയുടെ മഹിമ ഇവർ അനുഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. സകല ശാരീരിക മാനസിക ബലഹീനതകളെ ശാസിക്കുന്നു. ഒരു പുതുബലത്തോടെ ഇവർ പോകുവാൻ ദൈവം സഹായിക്കും. യേശുവിൻ നാമത്തിൽ പിതാവേ, ആമേൻ.